ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടോ ചെയ്യുന്നത്. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആണ്. ഞങ്ങൾ ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളൊരു റെസ്റ്റോറൻറ്റ്, മലബാർ തട്ടുകട എന്ന് പറഞ്ഞിട്ട് മദീനമോളിൻ്റെ അകത്തുള്ളൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ ദിവസം പോയപ്പം സീ ഫുഡ് ബക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം കണ്ടു. അത് ഇങ്ങനെ വാഴയിൽ നിരത്തി വെച്ചിട്ട് അതിനകത്ത് മിക്സഡ് ആയിട്ടുള്ള സീ ഫുഡ് ഐറ്റംസ് അവർ വിളമ്പിയിട്ടുള്ളൊരു പിക്ചറാണ് കണ്ടത്. ആ പിക്ചർ കണ്ടപ്പോൾ തന്നെ അത് ടേസ്റ്റ് ചെയ്താലോ എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് ചാൻസ് ഒത്ത് കിട്ടിയത്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നമ്മുടെ ആലപ്പുഴയിലെ ഹൗസ് ബോട്ടില്ലേ, അതുപോലെയാണ് ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ സ്ട്രാങ് ഇരിക്കുന്ന ഒരു പ്ലേസും, പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറി നമ്മൾ ഹൗസ് ബോട്ടിൽ പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് കേട്ടോ. അതിൻ്റെ അകത്ത് കയറി കഴിയുമ്പം രണ്ട് സൈഡിലായിട്ട് സീറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി. ആ സീറ്റിൻ്റെ സൈഡിൽ വിൻഡോ പോലെ കൊടുത്തിട്ടുണ്ട്. ആ വിൻഡോയിലൊക്കെ നമ്മളുടെ ആലപ്പുഴയിലുള്ള ബാക്ക് വാട്ടേഴ്സില്ലേ, അതിൻ്റെ വീഡിയോസ് ഇങ്ങനെ ഡിസ്പ്ലേ ആയിക്കൊണ്ടേയിരിക്കും. ആ കായൽ ഒഴുകുന്നതും, പിന്നെ അതുപോലെ പല വീടുകൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്, അടുത്തൂടെ വേറെ ബോട്ടുകൾ പോകുന്നത്. ശരിക്കും നമ്മൾ ആ ഒരു ഹൗസ് ബോട്ടിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീൽ കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പം നമുക്ക് ഇന്ന് അവിടെ പോകാം, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, അങ്ങനെ ഇതാ നമ്മൾ മദീന മോൾ എത്തി കേട്ടോ. ഇതാണ് മദീന മോൾ, അതിൻ്റെ എൻട്രൻസാണ്. അങ്ങനെ മുകളിൽ ഈ റെസ്റ്റോറൻ്റ് ഉള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പം നമുക്ക് മുകളിലേക്ക് പോവാം. നല്ല ഭംഗിയുണ്ടല്ലേ മോൾ കാണാൻ. നമ്മൾ മുകളിലെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ ഹൗസ് ബോട്ടിൻ്റെ സ്റ്റാർട്ടിങ്. ഇങ്ങനെ നടന്നു വരിക, സൈഡിൽ കൂടെ ഇവിടെയൊക്കെ ജനൽ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ഹൗസ് ബോട്ട് പോലെ തന്നെ ഉണ്ട്. ആ സ്റ്റെയർ കേസ് 2-3 സ്റ്റെപ്സേ ഉള്ളൂ. അതങ്ങനെ കയറി വരുമ്പോൾ തന്നെ നോക്കിയാൽ സ്ട്രാങ്ക് ഇരിക്കാനുള്ള സ്ഥലമില്ലേ, അതുപോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിലൂടെ വരുമ്പോൾ ആ എൻട്രൻസിൻ്റെ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇതിലെ ഇങ്ങനെ കയറുക, നേരെ എൻട്രൻസിൻ്റെ അവിടെ എത്തി. നോക്കിയാൽ നല്ല ഭംഗി. അതിൻ്റെ അകത്ത് കാണാൻ ശരിക്കും ഹൗസ് ബോട്ട് പോലെ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ആളുകൾ ഇരിക്കുന്ന സീറ്റിൻ്റെ സൈഡിലൊക്കെ നോക്കിയാൽ ഞാൻ പറഞ്ഞില്ലേ ഡിസ്പ്ലേ, ആ ഡിസ്പ്ലേയിൽ ശരിക്കും നമ്മുടെ ഹൗസ് ബോട്ടിലിരുന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് കായൽ കാണുന്നത്, അതേപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവിടെ ഇരുന്ന് നമുക്കിപ്പോൾ ഡിഷ് വരുന്നവരെ ഇരിക്കുമ്പോൾ തീരെ ബോറടിക്കില്ല. നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ നോക്കിക്കൊണ്ട് എത്ര നേരം വേണമെങ്കിലും നമുക്കിരിക്കാം. നമുക്ക് അങ്ങനെയല്ലോ, കായലും കടലൊക്കെ നമുക്ക് എത്ര കണ്ടാലും മതിയാവത്തില്ലല്ലോ. അപ്പോൾ അതുപോലെ ഇങ്ങനെ നോക്കിയിരിക്കാം. ഇതാണ് ബാക്ക് സൈഡ് കേട്ടോ ബോട്ടിൻ്റെ, ഹൗസ് ബോട്ടിൻ്റെ. പിന്നെ നോക്കിയാൽ മുകളിൽ ചിമ്മിണി വിളക്കൊക്കെ പഴയ രീതിയിൽ ശരിക്കും ബോട്ടിനകത്തുള്ള പോലെ സെറ്റ് ചെയ്യുന്നത്. മാറ്റൊക്കെ ഇവിടെ സൈഡ് വോളിലൊക്കെ ഫുൾ മാറ്റാണ്. പിന്നെ ബാംബു വെച്ചിട്ടാണ് അവർ ചെക്ക് പോലെ ചെയ്തേക്കുന്നില്ലേ, അത് ബാംബു വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ശരിക്കും ഒരു ഹൗസ് ബോട്ടിനകത്ത് നമ്മളിരുന്നാൽ എങ്ങനെയുണ്ട് അതേപോലെ തന്നെ കേട്ടോ. ഇതാണ് വിൻഡോ വ്യൂ ഉള്ളത്. ഞങ്ങളുടെ സൈഡിലുള്ള വിൻഡോ വ്യൂ ഇതായിരുന്നു കേട്ടോ. ശരിക്കും ആ ഒരു ബോട്ടിൽ പോകുന്ന നമുക്ക് ആ ഒരു ഫീലിംഗ് തന്നെ തോന്നും. തീരെ അങ്ങോട്ട് ബോറടിക്കില്ല. നമ്മുടെ സൂപ്പെത്തി. ക്രാബ് സൂപ്പാണ് ആദ്യം കൊണ്ടുവന്നത് സ്റ്റാർട്ടറായിട്ട്. അതിനുശേഷം നമ്മുടെ മെയിൻ കോഴ്സ് എത്താറായി. അതിനുള്ള ടിഷ്യൂസാണ് വെക്കുന്നത് കേട്ടോ. അതായത് പ്ലേറ്റിലല്ല ഈ ഡിഷ് വെക്കുന്നത്, ഡയറക്റ്റ് ടേബിളിലേക്കാണ്. എന്ന് വെച്ചാൽ വാഴയില വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ടേബിളിലേക്കാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് സെറ്റ് ചെയ്യാണ് കേട്ടോ അവർ. അടുത്തത് വാഴയില എത്തി. വാഴയില കുറേ വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം ടേബിളിലേക്ക് ലീക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു 4-5 വാഴയില എന്തായാലും വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. 5-6 വാഴയില വെച്ചിട്ടുണ്ട് എന്തായാലും. സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഡിഷ് കേട്ടോ. നോക്കിയാൽ ഇത് ഫുൾ മിക്സ്ഡാണ്. സീ ഫുഡ് പല ടൈപ്പ് ഐറ്റംസ് ഉണ്ട് അതിൻ്റെ അകത്ത്. എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം.
ഇതിനകത്ത് ഞാൻ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് അപ്പവും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഉള്ള സാധനങ്ങൾ ഇതുണ്ടല്ലേ, നമുക്ക് ക്രാബൊക്കെ കാണാം അല്ലേ, ക്രാബ് കാണുന്നുണ്ട്, ക്രാബുണ്ട്, പിന്നെ കൂന്തലെന്ന് പറയുന്ന സാധനമില്ലേ അതുണ്ട്, കോണുണ്ട്, കക്ക, പിന്നെ പ്രോൺസ്, പക്ഷേ നമ്മൾ കുറച്ചും കൂടെ സ്പൈസി ആയിരിക്കും എക്സ്പെക്റ്റ് ചെയ്തത്. സാധാരണ നമ്മൾ ആലപ്പുഴയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് സ്പൈസി ആയിരിക്കുമല്ലോ, നമ്മൾ വിചാരിച്ച അത്രയും സ്പൈസി അല്ല കേട്ടോ ഈ ഡിഷ്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റും. എൻ്റെ മോനൊന്നും തീരെ ഡിഫറെൻറ്റ് ഫുഡ് ടേസ്റ്റ് ചെയ്യാത്ത ആളാണ്. അവന് കുറച്ചൊക്കെ കഴിച്ചു, സ്പൈസി അല്ലാത്തതുകൊണ്ട് കുറച്ചൊക്കെ കഴിച്ചിരുന്നു. അപ്പം കുട്ടികൾക്കും ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, സ്പൈസി അല്ലായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ലിഫ്റ്റിൽ നിന്നാണ്, ലിഫ്റ്റിലേക്ക് താഴെ പോയിക്കൊണ്ടിരിക്കുകയാണേ. എങ്ങനെയുണ്ട് വീഡിയോ? എൻജോയ് ചെയ്തോ? നല്ല ഭംഗിയില്ലേ അവിടെ കാണാൻ? നമ്മൾ ശരിക്കും അല്ലേ ആലപ്പുഴയിലെ ഹൗസ് ബോട്ടൊക്കെ പോലെ നല്ലൊരു എക്സ്പീരിയൻസ്. നേരിട്ട് കാണണം അത്ര ഒരു എക്സ്പീരിയൻസ് വീഡിയോയിലൂടെ കിട്ടുമെന്ന് അറിയില്ല. എന്നാൽ പോലും നല്ല ഫുഡും വളരെ നല്ലതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ പല പ്രാവശ്യം അവിടെ പോയിട്ടുള്ളത്. ആ ആംബിയൻസ് നല്ലതാണ്, ഫുഡും നല്ലതാണ്. നമ്മളെപ്പോഴും ഒരു അട്രാക്റ്റ് ചെയ്യുന്ന പോലെയാണ് ആ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നിങ്ങളും എൻ്റെ ഒപ്പം എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക് യു. ഇനിയും ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഇഷ്ടം പോലെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വ്യൂസ് ഇഷ്ടം പോലെ ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ മാത്രം കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.